വിചിത്രമായ വലിപ്പത്തിലും രൂപത്തിലുമൊക്കെ വളരുന്ന ഒരുപാട് ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരത്തിലുള്ള ഭൂമിയിലെ ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ട ചില ഭീമൻ ജീവികളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഒറാങ്ങുട്ടാൻ. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഇതാണ് ഒറാങ്ങുട്ടാൻ. പ്രകൃതിയിലെ ഏറ്റവും കരുത്തരായ പ്രൈമേറ്റുകളിലൊന്നാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രീ ഡ്വെല്ലിംഗ് അഥവാ മരത്തിൽ ജീവിക്കുന്ന മൃഗങ്ങളാണ് ഒറാങ്ങുട്ടാനുകൾ. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആൺ ഒറാങ്ങുട്ടാന് ഏകദേശം 5 അടി ഉയരവും 100 മുതൽ 200 പൗണ്ട് വരെ തൂക്കവുമുണ്ടാകും. പെണ്ണൊറാങ്ങുട്ടാനുകൾ സാധാരണയായി അല്പം ചെറുതാണെങ്കിലും നല്ല കരുത്തുള്ളവരാണ്. വന്യതയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ആൺ ഒറാങ്ങുട്ടാനുകൾക്ക്, പ്രത്യേകിച്ച് ബോർണിയൻ ഒറാങ്ങുട്ടാനുകൾക്ക് 220 പൗണ്ട് വരെ തൂക്കം വരാം. മരത്തിൽ കഴിയുന്ന സസ്തനികളിൽ ഏറ്റവും ഭാരമേറിയത് ഇവരാണ്. പക്ഷേ ഈ ജീവികൾ വെറും വലിപ്പം മാത്രമുള്ളവരല്ല, ഇവർ ഭയങ്കര സ്മാർട്ട് കൂടിയാണ്. ബോർണിയോയിലെ കാടുകളിൽ ഇവർ കമ്പുകൾ ഉപയോഗിച്ച് പ്രാണികളെ പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മഴ നനയാതിരിക്കാൻ വലിയ ഇലകൾ കുട പോലെ തലയ്ക്ക് മുകളിൽ പിടിക്കുക പോലും ഇവർ ചെയ്യാറുണ്ട്. ചിമ്പാൻസികളെ പോലെയോ ഗൊറില്ലകളെ പോലെയോ ഗ്രൂപ്പായി ജീവിക്കുന്നതിന് പകരം ഒറാങ്ങുട്ടാനുകൾ അധികവും ഒറ്റയ്ക്കാണ് കഴിയുന്നത്. ഒറാങ്ങുട്ടാനുകൾ ഇത്ര വലുതാണെങ്കിൽ അവരുടെ പുരാതന ബന്ധുവായ ജൈഗാൻഡോപിഥെകസിനെ നിങ്ങൾ കാണണം. ഏകദേശം 20 ലക്ഷം മുതൽ 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ ചൈനയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലുമാണ് ഈ ചരിത്രാതീത കുരങ്ങൻ ജീവിച്ചിരുന്നത്. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടലനുസരിച്ച് ഇതിന് 8 മുതൽ 10 അടി ഉയരവും 440 മുതൽ 660 പൗണ്ട് വരെ തൂക്കവുമുണ്ടായിരുന്നു. ബ്ലോസം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പശുവെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ബ്ലോസമാണിത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 6 അടി 4 ഇഞ്ച് ഉയരമുള്ള ഒരു പശു. ആ ഉയരം പോലെ തന്നെ അതിശയിപ്പിക്കുന്നതായിരുന്നു അതിന്റെ ഭാരവും. ഏകദേശം 900 കിലോഗ്രാം, അതായത് സാധാരണ ഒരു ഡയറി പശുവിന്റെ ഇരട്ടി വലിപ്പം. പക്ഷേ ഇതിലെ രസകരമായ കാര്യം എന്തെന്നാൽ, ഇത്രയും വലിയ ശരീരമുണ്ടായിട്ടും ബ്ലോസം ഭയങ്കര പാവവും ശാന്ത സ്വഭാവിയുമായിരുന്നു എന്നതാണ്. അമേരിക്കയിലെ ഇല്ലിനോയിലുള്ള ഒരു ശാന്തമായ ഫാമിലായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇത് ലോകപ്രസിദ്ധയായ റെക്കോർഡ് ജേതാവായി മാറിയത്. സങ്കടകരമെന്ന് പറയട്ടെ, 2015 മെയ് 26-ന് കാലിനേറ്റ ഗുരുതരമായ പരിക്കിനെ തുടർന്ന് ബ്ലോസം മരിച്ചുപോകുകയായിരുന്നു. റെഡ് കാംഗറൂ. നിങ്ങളെക്കാൾ ഉയരമുള്ള ഒരു പ്രൊഫഷണൽ അത്ലീറ്റിനേക്കാൾ മസിലുള്ള, അടിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു കാംഗറുവിന്റെ മുന്നിൽ നിൽക്കുന്നത് ഒന്ന് ഓർത്തുനോക്കൂ. ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ മാർസൂപ്പിയൽ വർഗമായ റെഡ് കാംഗറുവിന്റെ ലോകത്തേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിലെ വലിയ മരുഭൂമികളിൽ കാണപ്പെടുന്ന ഇവയ്ക്ക് 6 അടി ഉയരവും 91 കിലോയിലധികം തൂക്കവുമുണ്ടാകാം. ഇതിലേറ്റവും അതിശയിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ, ഇത്രയും ഭാരമുള്ളത് വെറും മസിലാണ് എന്നതാണ്. ഇത് വെറും ഷോയ്ക്ക് വേണ്ടിയുള്ളതല്ല. ആൺ കാംഗറുകൾ ഇണയ്ക്ക് കിട്ടാൻ വേണ്ടി കഠിനമായി തല്ലുണ്ടാക്കും. അവർ പരസ്പരം പിടിച്ചു തള്ളുകയും വലിയ പിൻകാലുകൾ കൊണ്ട് ചവിട്ടുകയും ചെയ്യും. ഇത് കാണാനൊരു കോമ്പാറ്റ് മാച്ച് പോലെ തോന്നും. കൂടുതൽ വലിപ്പവും മസിലുമുള്ള കാംഗറൂക്കൾക്കാണ് ഇത്തരം മത്സരങ്ങളിൽ ജയിക്കാനും പെൺ കാംഗറൂക്കളെ ആകർഷിക്കാനും കൂടുതൽ സാധ്യത. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായ താരമായിരുന്നു റോജർ. ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന റെഡ് കാംഗറൂ ആയിരുന്നു അവൻ. ആലിസ് സ്പ്രിങ്സിലെ കാംഗറൂ സാങ്ച്വറിയിൽ ജീവിച്ചിരുന്ന റോജർ ചെയ്ത ഒരു മെറ്റൽ ബക്കറ്റ് കൈകൊണ്ട് വളച്ചൊടിക്കുന്ന വീഡിയോ കണ്ടതോടെയാണ് ലോകം അവനെ ശ്രദ്ധിച്ചത്. 6 അടി 7 ഇഞ്ച് ഉയരമുണ്ടായിരുന്ന അവൻ ഒരു പ്രൊഫഷണൽ റെസ്ലറെ പോലെയാണിരുന്നത്. ആ വീതിയേറിയ നെഞ്ചും കരുത്തുറ്റ കൈകളും റോജറിനെ ഒരു ലെജൻഡാക്കി മാറ്റി. പാങ്കുലിൻ. ഈ മൃഗം ഒരു കവചമിട്ടിരിക്കുന്നു എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, ഇതാണ് പാങ്കുലിൻ അഥവാ ഈനാമ്പേച്ചി. നമ്മുടെ നഖങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കെരാറ്റിൻ എന്ന സാധനം കൊണ്ടുള്ള പടലങ്ങളാൽ ശരീരം ഫുള്ളായി മൂടപ്പെട്ട ലോകത്തിലെ ഏക സസ്തനിയാണിത്. ഈ പടലങ്ങൾ വെറും ഭംഗിക്കുള്ളതല്ല, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതവരെ സഹായിക്കും. സ്കെയിലി ആൻറ്റീറ്റർ എന്ന് വിളിക്കപ്പെടുന്ന ഈനാമ്പേച്ചികൾ 16 ഇഞ്ച് വരെ നീളമുള്ള തങ്ങളുടെ പശിമയുള്ള നാവ് ഉപയോഗിച്ചാണ് ചിതലുകളെയും ഉറുമ്പുകളെയും വലിച്ചെടുക്കുന്നത്. വർഗമനുസരിച്ച് 1 അടി മുതൽ 3 അടി വരെ ഇവ വളരാം. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും കാടുകളിൽ കാണപ്പെടുന്ന ഇവ രാത്രിയിലാണ് പുറത്തിറങ്ങുന്നത്. എന്നാൽ ഒരു സങ്കടകരമായ കാര്യമുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടത്തുന്ന വന്യജീവിയാണ് ഈനാമ്പേച്ചി. മാംസത്തിനും മരുന്നിനായി ഉപയോഗിക്കുന്ന സ്കെയിൽസിനും വേണ്ടിയാണ് ഇവയെ വേട്ടയാടുന്നത്. വരും തലമുറയ്ക്ക് ഇവയെ കാണണമെന്നുണ്ടെങ്കിൽ നാം ഇപ്പോൾ തന്നെ ഇവരെ സംരക്ഷിക്കണം. സൂസ്. അടുത്തതായി ലോക ശ്രദ്ധ നേടിയ സൂസ് എന്ന ഷയർ കുതിരയെ നമുക്ക് നോക്കാം. ഇതൊരു സാധാരണ കുതിരയല്ല. തോൾ വരെ 6.5 അടിയിൽ കൂടുതൽ ഉയരമുള്ള ഒരു കുതിരയെ ഒന്ന് ആലോചിച്ചു നോക്കൂ. മിക്ക മനുഷ്യരെക്കാളും ഉയരമുണ്ടിതിന്. ഏകദേശം 1360 കിലോയ്ക്കടുത്താണ് ഇതിന്റെ ഭാരം. ഷയർ കുതിരകൾ ലോകത്തിലെ ഏറ്റവും വലിയ കുതിരവർഗ്ഗങ്ങളിൽ ഒന്നാണ്. പണ്ടുകാലത്ത് വണ്ടികളും പ്ലൗകളും വലിക്കാനായി ഇവരെയാണ് ഉപയോഗിച്ചിരുന്നത്. ആ വർഗത്തിന്റെ മുഴുവൻ കരുത്തും പ്രതാപവും സൂസിൽ കാണാമായിരുന്നു. ഇത്ര വലിയ രൂപമായിരുന്നിട്ടും സൂസ് ഭയങ്കര പാവമായിരുന്നു. ഇത്രയും വലിപ്പമുള്ള കുതിരകളെ കൈകാര്യം ചെയ്യുന്നത് പാടാണെങ്കിലും സൂസ് വളരെ മാന്യമായി പെരുമാറി.
സൂസിനെ പോലെ തന്നെ ഉയരമുള്ള ബിഗ് ജേക്ക്, സാംസൺ എന്നീ കുതിരകളും ചരിത്രത്തിൽ റെക്കോർഡിട്ടവരാണ്. സൂസിന്റെ കാലം കഴിഞ്ഞെങ്കിലും കരുത്തും സ്നേഹവും ഒരുപോലെ ഒത്തുകഞ്ഞിയ ആ രൂപം ആർക്കും മറക്കാനാവില്ല. ഗൊറില്ല. ഭൂമിയിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ മൃഗങ്ങളിലൊന്നാണ് ഗൊറില്ല. ഈസ്റ്റേൺ ലോലാൻഡ് ഗൊറില്ലയാണ് ഗൊറില്ല വർഗ്ഗങ്ങളിൽ വെച്ച് ഏറ്റവും വലുത്. കോങ്കോയിലെ കാടുകളിലാണ് ഇവയെ കാണുന്നത്. മുതിർന്ന ആൺ സിൽവർബാക്ക് ഗൊറില്ലകൾക്ക് 6 അടി 5 ഇഞ്ച് വരെ ഉയരവും 460 പൗണ്ട് വരെ തൂക്കവുമുണ്ടാകാം. അവരുടെ ശരീരത്തിലെ ഭൂരിഭാഗവും വെറും മസിലുകളാണ്. ഇത്രയും വലിപ്പമുള്ള ഒരു ഗൊറില്ലയുടെ ശത്രുവാകാൻ ആരും ആഗ്രഹിക്കില്ല. എന്നാൽ ഗൊറില്ലകൾ യഥാർത്ഥത്തിൽ അക്രമാസക്തരല്ല. അവർ ബുദ്ധിയുള്ളവരും ശാന്തരുമാണ്. കുടുംബമായി ജീവിക്കാനാണ് അവർക്കിഷ്ടം. പസ്യങ്ങളും പഴങ്ങളും കഴിക്കുന്ന ഇവരെ ശല്യം ചെയ്താൽ മാത്രമേ അവർ അടിക്കാൻ വരുള്ളൂ. ഷാത്തെ കണക്കുകൂട്ടലനുസരിച്ച് ഇവരുടെ കരുത്ത് ഒരു മനുഷ്യനേക്കാൾ പല മടങ്ങ് കൂടുതലാണ്. ഷൂബിൽ സ്റ്റോർക്ക്. ചരിത്രാതീത കാലത്തെ ഏതോ ജീവി മുന്നിൽ വന്ന് നിൽക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഷൂബിൽ പക്ഷിയെ കണ്ടാൽ അങ്ങനെ തോന്നും. ഇവയുടെ ശബ്ദം കേട്ടാൽ മെഷീൻ ഗണ്ണിൽ നിന്ന് വെടിവിതിർക്കുന്നത് പോലെ തോന്നും. 3.5 അടി മുതൽ 5 അടി വരെ ഉയരവും 8.5 അടി ചിറകളവുമുള്ള ഈ പക്ഷി ദിനോസറുകളുടെ കാലത്ത് നിന്ന് വന്നതാണെന്നേ തോന്നിപ്പിക്കൂ. ഷൂവിന്റെ ആകൃതിയിലുള്ള ഇതിന്റെ വലിയ കൊക്ക് ശരിക്കും ഒരു ആയുധം പോലെയാണ്. ഏകദേശം 9.4 ഇഞ്ച് നീളമുള്ള ഈ കൊക്കുപയോഗിച്ച് മത്സ്യങ്ങളെയും തവളകളെയും വരെ ഇവൾ ഒറ്റയടിക്ക് കടിച്ചുകൊല്ലും. അനങ്ങാതെ നിന്ന് ശത്രുക്കളെ ആക്രമിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇവയെ ലിവിംഗ് ഫോസിൽസ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇവയുടെ ആവാസവ്യവസ്ഥ നശിപ്പിക്കപ്പെടുന്നത് മൂലം ഇവ ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ്. അരാഗോൺ വിനോ. ജിമ്മിൽ പോയി മസിൽ കയറ്റിയതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു കാളയെ കണ്ടിട്ടുണ്ടോ? ബെൽജിയൻ ബ്ലൂ ഇനത്തിൽപ്പെട്ട അരാഗോൺ വിനോ എന്ന കാളയെ പരിചയപ്പെടൂ. ഡബിൾ മസിലിംഗ് എന്ന പ്രത്യേകത കാരണമാണ് ഇതിന്റെ പേശികൾ ഇങ്ങനെ അസാധാരണമായി വളരുന്നത്. ഇതൊരു ജീവിക്കുന്ന ടാങ്ക് പോലെയാണ്. 1000 കിലോയിൽ അധികം തൂക്കമുള്ള ഈ കാളകൾക്ക് ശരീരത്തിൽ കൊഴുപ്പ് കുറവായിരിക്കും. എന്നാൽ ഇത്രയും പേശികളുള്ളതുകൊണ്ട് ഇവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. എങ്കിലും ഇറച്ചിക്ക് വേണ്ടി ഈ വർഗം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ദ ജയന്റ് റാറ്റ്. ശരി, ഇനി ഒരു എലിയെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു പൂച്ചയുടെ അത്രയും അല്ലെങ്കിൽ ഒരു ചെറിയ പട്ടിക്കുട്ടിയുടെ അത്രയും വലിപ്പമുള്ള എലി. ഇത് വെറും കഥയോ ഫോട്ടോഷോപ്പോ അല്ല, ഇത് സത്യമാണ്. ഗാംബിയൻ പൗച്ച്ഡ് റാറ്റ് എന്നാണ് ഇതിന്റെ പേര്. കണ്ടാൽ എലികളുടെ ലോകത്തെ ബോഡി ബിൽഡറാണെന്നേ പറയൂ. ഏകദേശം 17 ഇഞ്ച് ശരീരനീളവും അത്രയും തന്നെ നീളമുള്ള വാലും ഇതിനുണ്ട്. തൂക്കം ഏകദേശം 2 കിലോയോളം വരും. നമ്മുടെ സിറ്റിയിൽ കാണുന്ന എലികൾ ഇതിന്റെ മുന്നിൽ ഒരു സ്നാക്സ് പോലെ ഇരിക്കുകയുള്ളൂ. ഇതൊരു ലാബിൽ നിന്ന് രക്ഷപ്പെട്ട സാധനമൊന്നുമല്ല കേട്ടോ. ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക എലിയാണ്. ഇതിന് നല്ല മസിലുള്ള കാലുകളുണ്ട്. പിന്നെ ഭക്ഷണം കടത്തിക്കൊണ്ടുപോകാൻ കവിളിൽ വലിയ സഞ്ചികളുമുണ്ട്. ഇവന്മാർ ഭക്ഷണം പൂഴ്ത്തി വയ്ക്കുന്നതിൽ ഭയങ്കര മിടുക്കന്മാരാണ്. ഇവിടെയാണ് കഥ മാറുന്നത്. ചിലർ ഇവയെ പെറ്റായി വളർത്താറുണ്ട്, അതും ഇഷ്ടപ്പെട്ട് തന്നെ. ദ ജയന്റ് റാബിറ്റ്. മുയലുകൾ എന്നാൽ ചെറുതും പാവവുമായ ജീവികളാണെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? എന്നാൽ ആ ചിന്ത മാറും. ദാരിയസ് എന്ന മുയലിനെ നോക്കൂ. ഇതൊരു സാധാരണ മുയലല്ല. 4 അടി 3 ഇഞ്ച് നീളമുള്ള ദാരിയസാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുയലായി ഗിന്നസ് റെക്കോർഡ് നേടിയത്. ഒരു കൊച്ചു കുട്ടിയുടെ വലിപ്പമുണ്ടായിരുന്നു ഈ മുയലിന്. ഇതിന്റെ മകൻ ജെഫിക്ക് ഇതിനേക്കാൾ വലിപ്പമുണ്ടെന്ന് ഉടമസ്ഥ പറഞ്ഞിരുന്നു. അത് റെക്കോർഡ് ബുക്കിൽ കയറാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ദാരിയസ് ഭയങ്കര സ്പീഡിലാണ് വളർന്നുകൊണ്ടിരുന്നത്. അടുത്ത റെക്കോർഡും ഈ ഫാമിലിക്ക് തന്നെ കിട്ടുമെന്ന് ഉടമസ്ഥ ഉറച്ചു വിശ്വസിച്ചു. ഇത്തരം മുയലുകൾ പൊതുവെ വലുതാണെങ്കിലും ഇത്ര വലിപ്പം വരുന്നത് അപൂർവമാണ്. 3 അടി നീളമുള്ള മുയലുകൾ പോലും കുറവാണ്. അപ്പോഴാണ് 4 അടിക്ക് മുകളിലുള്ളവരെണ്ണം. ഇത്രയും വലിപ്പമുണ്ടായിരുന്നിട്ടും ദാരിയസ് ഭയങ്കര പാവവും ക്യൂട്ടുമായിരുന്നു. പച്ചക്കറികൾ കഴിച്ചും എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങിയും അതൊരു സെലിബ്രിറ്റിയായി കഴിഞ്ഞിരുന്നു. സങ്കടകരമെന്ന് പറയട്ടെ, 2021 ഏപ്രിലിൽ ഇംഗ്ലണ്ടിലെ തന്റെ ഗാർഡനിൽ നിന്ന് ഇതിനെ ആരും മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇതുവരെ കിട്ടിയിട്ടില്ല. കാഷ്യസ്. ഒരു കാറിനേക്കാൾ നീളമുള്ള ഒരു മുതലയുടെ അടുത്ത് നിൽക്കുന്നതൊന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വളർത്തുമുതലയായ കാഷ്യസ്. 18 അടി നീളവും 1300 കിലോയോളം ഭാരവുമുള്ള ഒരു ഭീമനായിരുന്നു ഇവൻ. ഇവൻ നടക്കുന്നത് കാണുമ്പോൾ തന്നെ ആരുടെയും നെഞ്ചിടിപ്പ് കൂടും. ഓസ്ട്രേലിയയിലെ ഒരു സ്ഥലത്തായിരുന്നു ഇതിനെ വളർത്തിയിരുന്നത്. 1984-ൽ വള്ളങ്ങളെയും മൃഗങ്ങളെയും ആക്രമിച്ചപ്പോഴാണ് ഇതിനെ പിടികൂടിയത്. മുതലകൾ പൊതുവേ നല്ല കടിക്കാനുള്ള കരുത്തുള്ളവരാണ്. പക്ഷേ കാഷ്യസ് വേറെ ലെവലായിരുന്നു. ഇത്രയും വലിയ മുതലയെ കാണാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ അടുത്തെത്തുമ്പോഴാണ് നമ്മൾ ഭക്ഷണ ശൃംഖലയിൽ അത്ര മുകളിലൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 2024 നവംബറിൽ ഏകദേശം 110-ലധികം വയസ്സുള്ളപ്പോഴാണ് കാഷ്യസ് ചത്തുപോയത്.
ഏറ്റവും പ്രായമുള്ള മുതലകളിലൊന്നായിരുന്നു ഇത്. ദ കൊക്കേഷ്യൻ ഷെപ്പേർഡ്. നായകൾ മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന് പറയാറുണ്ടല്ലോ. എന്നാൽ ആ സുഹൃത്തിന് ഒരു കരടിയുടെ അത്രയും വലിപ്പമുണ്ടെങ്കിലോ? കൊക്കേഷ്യൻ ഷെപ്പേർഡ് ഇനക്കിൽപ്പെട്ട ഗോഡ്സില്ല എന്ന നായയെ കണ്ടാൽ ഏതെങ്കിലും സിനിമയിൽ നിന്ന് വന്നതാണെന്നേ തോന്നൂ. ഇതിന് ഏകദേശം 100 കിലോയോളം തൂക്കം വരാം. തോൾ വരെ 30 ഇഞ്ച് ഉയരവും ഉണ്ടാകും. ലോകത്തിലെ ഏറ്റവും വലിയ നായകളിൽ ഒന്നാണിത്. പണ്ട് മലകളിൽ ആടുകളെയും പശുക്കളെയും സംരക്ഷിക്കാനാണ് ഇവയെ വളർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കരുത്തും ധൈര്യവും ഇവർക്കുണ്ട്. ഇവർ ജന്മനാ തന്നെ കാവൽക്കാരാണ്. പക്ഷേ ഒരു രസകരമായ കാര്യമുണ്ട്. കാണാൻ പേടി തോന്നുമെങ്കിലും വീട്ടുകാരോട് ഇവർക്ക് ഭയങ്കര സ്നേഹമാണ്. ഗോഡ്സില്ലയെപ്പോലുള്ള നായകൾ ഇതിന് നല്ല ഉദാഹരണമാണ്. ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഈ നായ ചിലപ്പോൾ ഉടമസ്ഥന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന പാവമായി മാറും. ഇതിൻ്റെ കൈപ്പത്തികൾക്ക് ഒരു പ്ലേറ്റിൻ്റെ അത്രയും വലിപ്പമുണ്ടാകും. പക്ഷേ ഇത്രയും വലിപ്പമുണ്ടെങ്കിലും ഉള്ളിൽ ഇവർ നല്ല പാവങ്ങളാണ്. ദ ജയന്റ് സ്ക്വിഡ്. കടലിലെ ഏതോ ഭീകരജീവി നിങ്ങളുടെ മുന്നിലൂടെ നീന്തിപ്പോയാൽ നിങ്ങൾക്ക് എന്തു തോന്നും? ജയന്റ് സ്ക്വിഡ് അത്തരമൊരു ജീവിയാണ്. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ കഴിയുന്ന ഇവ വല്ലപ്പോഴും മാത്രമേ പുറത്തു വരാറുള്ളൂ. അതുകൊണ്ട് ഇവയെ കരയ്ക്കടുത്ത് കാണുമ്പോൾ അതൊരു വലിയ സംഭവമാണ്. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ജയന്റ് സ്ക്വിഡിന് 43 അടി നീളമുണ്ടായിരുന്നു. ഇതിൻ്റെ നീളമുള്ള കൈകളും വലിയ കണ്ണുകളും കണ്ടാൽ പണ്ടുകാലത്തെ നാവികർ പേടിച്ചിരുന്ന ക്രാക്കൻ എന്ന ജീവിയാണെന്നേ പറയൂ. കടലിൻ്റെ നിഗൂഢതകൾ ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന് ഇത്തരം ജീവികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചില കഥകൾ സത്യത്തോട് വളരെ അടുത്തായിരിക്കാം എന്നിത് നമുക്ക് കാണിച്ചു തരുന്നു. നമ്മൾ ഇതുവരെ കാണാത്ത പല അത്ഭുതങ്ങളും കടലിൻ്റെ ആഴങ്ങളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഇവയിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ജീവി ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.